40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ ജീവിതത്തിൽ പ്രധാനമായിട്ട് കുറയ്ക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ. ഒന്നാമത്തത് പുകവലിയാണ്. വല്ലപ്പോഴും ഒരു സിഗരറ്റ് എന്ന് വലിക്കുന്ന ശീലമുള്ളവർ പോലും 40 വയസ്സ് കഴിയുമ്പോൾ ഇനി അത് നിർത്താൻ സമയമായി എന്ന് മറക്കാതിരിക്കുക. അതിന്റെ അപകടങ്ങൾ എന്തെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. രണ്ടാമത്തത് മദ്യപാനമാണ്. നിങ്ങൾ പൂർണ്ണമായും മദ്യപാനം നിർത്തണം എന്നല്ല, എന്നാൽ മദ്യത്തിന്റെ അളവ് നന്നായിട്ട് കുറയ്ക്കാൻ സമയമായി. കാരണം ഈ 40 വയസ്സ് കഴിയുമ്പോൾ ശരീരത്തിനകത്തുണ്ടാകുന്ന മെറ്റബോളിസത്തിന്റെ വ്യത്യാസം കൊണ്ട് മദ്യപാനം ചെറിയ അളവിലെടുത്താൽ പോലും നിങ്ങളുടെ കരടിനും നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്കും കേടുവരുത്തും. സ്ത്രീകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യത വർദ്ധിക്കുന്നതിന് മദ്യം ഒരു പ്രധാന ഘടകമാണ്. പലപ്പോഴും കമ്പനിക്കെങ്കിലും വീട്ടിൽ പുരുഷന്മാരുടെ കൂടെയോ ഫ്രണ്ട്സിന്റെ ഇടയിലോ മദ്യപിക്കുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. എന്നാൽ 40 വയസ്സ് വരെ മതി ഈ എന്റർടൈൻമെന്റ്സ്. ഇതിന്റെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് നോക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കഴിയുന്നത്ര ഈ 40 വയസ്സ് കഴിഞ്ഞവർ അധികം നിന്ന് ജോലി ചെയ്യാതിരിക്കുക. സാധാരണ നിന്ന് ജോലി ചെയ്യേണ്ടത്, നന്നായിട്ട് വ്യായാമം ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എന്നാൽ 40 വയസ്സ് കഴിയുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ എല്ലുകളുടെ കട്ടി കുറയാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യമായിട്ട് സന്ധിവാതം, ആർത്രൈറ്റിസിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പിടിപെടാനോ ഇല്ലെങ്കിൽ ജോയിന്റ്സിന് പ്രോബ്ലംസ് വരാനോ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വണ്ണം കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോയിന്റിന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാതെ കൂടുതൽ നേരം നിൽക്കുകയോ നിങ്ങൾ ഒരുപാട് സ്റ്റെപ്പ് കയറുകയോ ചെയ്യുന്ന ഒരു പക്ഷേ ജോയിന്റിന് ചെറിയ വേദന, ബുദ്ധിമുട്ട് വരുന്നതിന് കാരണമാകും. അതുകൊണ്ട് 40 വയസ്സ് കഴിഞ്ഞവർ നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യവും എല്ലുകളുടെ കട്ടിയും ഉറപ്പും വർദ്ധിപ്പിക്കാനുള്ള വ്യായാമങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഒരുപക്ഷെ കുറച്ച് നിന്നിരുന്നാലോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറിയിരുന്നാലോ വലിയ പ്രോബ്ലം ചെയ്യില്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നൈറ്റ് ഡ്യൂട്ടി സമ്പ്രദായം 40 വയസ്സ് കഴിഞ്ഞവർ ഒഴിവാക്കുക. ഇന്നത്തെ നമ്മുടെ ജീവിത രീതിയിൽ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് പലർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്നാൽ 40 വയസ്സ് കഴിഞ്ഞവർ ശരിയായിട്ട് രാത്രി ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് വർക്ക് ചെയ്യുകയും A to Z രോഗങ്ങൾക്ക്, അതായത് ചെറിയ അലർജി മുതൽ ക്യാൻസറിന് വരെ ഇതൊരു പ്രധാന ട്രിഗർ പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് കഴിയുന്നത്ര 40 വയസ്സ് കഴിഞ്ഞവർ നൈറ്റ് ഡ്യൂട്ടിയിൽ നിന്നും മാറാനായിട്ട് നോക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, കയ്യിൽ കിട്ടുന്ന എന്തും കഴിക്കുന്ന ഒരു സ്വഭാവം ഒഴിവാക്കാൻ ശ്രമിക്കുക. 40 വയസ്സ് വരെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഭക്ഷണം എല്ലാം കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ 40 വയസ്സ് കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കണ്ടാൽ ആഗ്രഹത്തിന് വേണ്ടി അല്പം കഴിച്ച് അവസാനിപ്പിക്കുക. വയറ് നിറയുന്നത് വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും വലിച്ചുവാരി കഴിക്കുന്ന ശീലം 40 വയസ്സ് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ വയറ് നിറയെ മരുന്നുകൾ കഴിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ കൂടി വന്നു എന്ന് വരാം. ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ.